നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുകയാണ്. CMRL നിന്നും പ്രതിഫലമായി കിട്ടിയ 2 കോടി രൂപയിൽ 45 ലക്ഷം രൂപ ശശിധരൻ കർത്തായുടെ നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയായ എംപവർ ഇന്ത്യ ലിമിറ്റഡിലേക്ക് വീണ കൈമാറിയിരുന്നതിന് തെളിവായി എക്സാലോജിക് കമ്പനിയുടെ ബാങ്കിംഗ് രേഖകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇത്തരത്തിലൊരു കൈമാറ്റം നടന്നുവെന്നാണ് ഈ രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CMRL നിന്ന് ഓരോ തവണയും എക്സാലോജിക്കിൻ്റെ അക്കൗണ്ടിൽ പണം എത്താറുണ്ട്. ഈ പണം എത്തുമ്പോഴൊക്കെ 4 മുതൽ 21 ദിവസം വരെയുള്ള ഇടവേളയിൽ ഈ തുക എംപവർ ഇന്ത്യക്ക് കൈമാറി എന്നാണ് പുതിയ വിവരം. SFIO റിപ്പോർട്ടിനൊപ്പം ചേർത്ത ചാർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നിർണായകമായ വിവരങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വീണ വിജയന് 2 തവണയായി ശശിധരൻ കർത്ത നൽകിയ 50 ലക്ഷം രൂപ, ആ രൂപയുടെ വായ്പ തിരിച്ചു കിട്ടാനായി പൊതുമേഖലാ കമ്പനിയായ CMRLനെ ഉപയോഗപ്പെടുത്തിയെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന രേഖകൾ സൂചിപ്പിക്കുന്നത്. കർത്തായുടെ കടം വീട്ടുകയുണ്ടായി വീണ. മാത്രമല്ല 2 കോടി രൂപ വീണയുടെയും എക്സാലോജിക്കിൻ്റെയും അക്കൗണ്ടുകളിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. 2019 ഫെബ്രുവരി വരെ എക്സാലോജിക്കിനും 2020 വരെ വീണ വിജയനും CMRL പ്രതിഫലം നൽകിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ 2020-2021 വർഷം കമ്പനി ആകെ നഷ്ടത്തിലാവുകയും കമ്പനി അടച്ചുപൂട്ടലിൻ്റെ വക്കിലേക്ക് എത്തുകയും അത്തരത്തിൽ അടച്ചുപൂട്ടുകയും ചെയ്തു. CMRL നിന്ന് കിട്ടിയ 2 കോടി രൂപ വീണ കമ്പനിയുടെ ബിസിനസ് വളർച്ചയ്ക്ക് ഉപയോഗിച്ചില്ല. മാത്രമല്ല ഇത്തരത്തിൽ ഈ പൈസ കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാത്ത സാഹചര്യത്തിൽ ആ പണം എവിടെ പോയി എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ആ പണം എവിടെ പോയി എന്നതിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. വീണയ്ക്ക് 5 ലക്ഷം രൂപയും വീണ മാത്രം ഉടമയായ എക്സാലോജിക് കമ്പനിക്ക് 3 ലക്ഷം രൂപയുമായിരുന്നു ഓരോ മാസവും CMRL നൽകിയിരുന്ന പ്രതിഫലം. എക്സാലോജിക്കുമായി CMRL കരാറിലെത്തിയത് 2017 തുടക്കത്തിലായിരുന്നു. ആ വർഷം മെയ് മുതൽ 2019 ജനുവരി വരെ CMRL നിന്ന് കിട്ടിയ പ്രതിഫലമാണ് എക്സാലോജിക് നേരെ എംപവർ ഇന്ത്യയിലേക്ക് കൈമാറ്റിയത്. മെയ് 4 അക്കൗണ്ടിൽ ആദ്യ പ്രതിഫലമായി എത്തിയ 3 ലക്ഷം രൂപ മെയ് 9 തന്നെ മാറ്റുകയും ചെയ്തു. ഇങ്ങനെ ഏതാനും ദിവസങ്ങളുടെ ഇടവേളയിലാണ് തുക ഇത്തരത്തിൽ കൈമാറി വന്നത് എന്ന് ഈ ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. CMRL ആദായ നികുതി നടന്നത് 2019 ജനുവരിയിലാണ്. ഈ ജനുവരി വരെ തുക കൃത്യമായി എക്സാലോജിക്കിന് നൽകിയിട്ടുമുണ്ട്. ആദായ നികുതി റെയ്ഡിന് ശേഷമാണ് തുക നൽകുന്നതിൽ ഒരു ഇടിവ് സംഭവിച്ചത്. 45 ലക്ഷം രൂപ എംപവർ ഇന്ത്യയിലേക്ക് ഈ കാലയളവിൽ മാറിക്കഴിഞ്ഞിരുന്നു. CMRLുമായി കരാർ വയ്ക്കുന്നതിന് മുൻപ് 2016 നവംബറിൽ എക്സാലോജിക് 4 ലക്ഷം രൂപ തിരിച്ചടച്ചിട്ടുണ്ട്. ഇതുകൂടി നോക്കുകയാണെങ്കിൽ 49 ലക്ഷം രൂപ എക്സാലോജിക്കിൽ നിന്നും എംപവറിന് തിരിച്ചടവ് കിട്ടിയിട്ടുണ്ട്. 12% പലിശയ്ക്കാണ് 50 ലക്ഷം എക്സാലോജിക് വായ്പ നൽകിയത്. റെയ്ഡ് നടന്നില്ലായിരുന്നുവെങ്കിൽ, അതായത് അന്ന് 2019 റെയ്ഡ് നടന്നില്ലായിരുന്നുവെങ്കിൽ പലിശ കൂടി CMRL ചെലവിൽ എക്സാലോജിക്കിൽ നിന്ന് ഈടാക്കാൻ കർത്തായുടെ എംപവർ കമ്പനിക്ക് സാധിക്കുമായിരുന്നു. എന്തായാലും വലിയ പണമിടപാടുകൾ നടന്നിരിക്കുന്നു, വലിയ കോടികൾ കൈമാറിയിരിക്കുന്നു. ഇതെല്ലാം എന്തിനായിരുന്നു എന്ന ചോദ്യമാണ് ഉത്തരം കിട്ടാതെ ഇപ്പോഴും അവശേഷിക്കുന്നത്. അതേസമയം മാസപ്പടി കേസിൽ ED അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കുകയാണ്. റെയ്ഡിലൂടെ കിട്ടിയ തെളിവുകൾ കോടതിക്ക് മുന്നിലെത്തിച്ച് CMRLന്റെ വാദങ്ങളെ പ്രതിരോധിക്കുക എന്ന നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത്. ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ ഇന്ന് നടക്കുന്ന വാദങ്ങളാകും മാസപ്പടി കേസിന്റെ ഇനി മുന്നോട്ടുള്ള നടപടികൾ എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് തീരുമാനിക്കുന്നത്. ഈ മുദ്രവെച്ച കവറിൽ റെയ്ഡ് വിവരങ്ങൾ ED കോടതിയെ അറിയിക്കും. ഈ മുദ്രവെച്ച കവറിൽ വിവരങ്ങളൊക്കെ സമർപ്പിക്കും. പരിശോധനയ്ക്കിടെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതും കോടതിയെ ബോധ്യപ്പെടുത്തും. മുതിർന്ന അഭിഭാഷകരെ ഇറക്കി അനുകൂല ഉത്തരവ് നേടാനാണ് CMRL ഇപ്പോൾ ശ്രമിക്കുന്നത്. കേസിൽ 5ാമതായി കേസ് ഹൈക്കോടതിക്ക് മുന്നിൽ എത്തും. ജസ്റ്റിസ് രാജ വിജയരാഘവന്റെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. തെളിവുകളൊന്നുമില്ലാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിൽ മുന്നോട്ട് പോകുകയായിരുന്നു എന്ന പ്രധാന വാദം CMRL മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ശക്തമായ തെളിവുണ്ടെന്നും വീണ അടക്കമുള്ളവർ കേസിൽ എങ്ങനെയാണ് ഇടപെട്ടതെന്നും
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാദിക്കും. കോടതിയിൽ തെളിവുകൾ നിരത്തിയായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാദം നടത്തുക. റെയ്ഡ് അടക്കം ഇ ഡി ശക്തമായി ചൂണ്ടിക്കാട്ടും. റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകൾ ഇ ഡി ചൂണ്ടിക്കാട്ടും. അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിരിക്കും ഇ ഡിക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത്. ഡയറക്ടറേറ്റുമായി തീരുമാനിച്ചാണ് കേസിന്റെ ഇനിയുള്ള കാര്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചത്. റെയ്ഡിനിടെ ഉണ്ടായ അനിഷ്ട സംഭവം കോടതിയെ അറിയിക്കും. എന്തായാലും റെയ്ഡിനിടെ നടന്ന സംഭവ വികാസങ്ങളൊക്കെ കോടതിയെ അറിയിക്കാൻ പോവുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അന്ന് നടന്ന സംഭവ വികാസങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. നൽകാത്ത സേവനങ്ങൾക്കായി എക്സാലോജിക്കിൽ നിന്ന് കിട്ടിയതായി പറയുന്ന തുക എന്തിനാണ് വിനിയോഗിച്ചത് എന്ന് പ്രത്യേകം പരിശോധിക്കുന്നുണ്ട് അന്വേഷണ സംഘം. ഈ പണം ഉപയോഗിച്ച് വീണ എന്ത് ചെയ്തു? വീണ വിജയൻ എന്തെങ്കിലും തരത്തിലുള്ള നിക്ഷേപങ്ങളോ മറ്റ് ആസ്തികളോ വാങ്ങിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി വിശദമായി അന്വേഷിക്കും. കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിനിടയിൽ ഉദ്യോഗസ്ഥർ ചോദിച്ച ചോദ്യങ്ങൾക്ക് വീണ വിജയൻ നൽകിയ മറുപടികൾ തൃപ്തികരമല്ല എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും വരും ദിവസങ്ങളിൽ വീണയ്ക്ക് നോട്ടീസ് നൽകി കൊച്ചിയിലെ ഇ ഡി ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചതെന്നും സൂചനയുണ്ട്. എന്തായാലും 130 കോടിയിലധികം രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ക്രമക്കേടാണ് നിലവിൽ ചെയ്തിരിക്കുന്നത്, വീണ ചെയ്തിരിക്കുന്നതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. 130 കോടിയിലധികം രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ക്രമക്കേടാണ് ഇതുവരെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ 130 കോടി രൂപ എക്സാലോജിക്കിന് പുറമെ മറ്റേതൊക്കെ സ്ഥാപനങ്ങളിലേക്കോ കമ്പനികളിലേക്കോ പോയിട്ടുണ്ടെന്നും അതിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ച് CMRL ഉദ്യോഗസ്ഥരെയും വരും ദിവസങ്ങളിൽ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്ന നീക്കമാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉള്ളത്. അതേസമയം